മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Tier 4 വിസയിൽ നമുക്ക് ഡിപ്പെൻഡൻസിനെ എങ്ങനെ നാട്ടിൽ നിന്ന് UK കൊണ്ടുവരാമെന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയറെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോണത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയങ്ങളായ വീഡിയോയിലേക്ക് പോയാലോ. ലെറ്റ്സ് ഡു ഇറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു വിസയുടെ കാര്യങ്ങൾ. അപ്പോൾ വിസ ഈ അടുത്ത് തന്നെ അപ്ലൈ ചെയ്ത നോനു നമ്മുടെ ഒപ്പം ഉണ്ട്. ഇപ്പോൾ നോനു വൈഫിനെയും കൊച്ചിനെയൊക്കെ കൊണ്ടുവരാനായിട്ട് ഇപ്പോൾ അടുത്ത് വിസ അപ്ലൈ ചെയ്തായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ കുറച്ച് സമയത്തിൻ്റെ താമസമുണ്ട്. നമ്മൾ വിസ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു മാസത്തോളം സമയം എടുക്കുന്നുണ്ട്, 4 ആഴ്ചയ്ക്ക് സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇതുപോലെ 4 ആഴ്ച സമയം എടുത്തായിരുന്നു. അപ്പോൾ എന്നാലും വിസ കിട്ടി. അപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ കൊച്ചും വൈഫും എല്ലാം ഇങ്ങോട്ട് വരുവാണ് UK. അപ്പം അതിൻ്റെ പ്രൊസീജിയർ നമുക്ക് നോനോരോട് തന്നെ ചോദിച്ചറിയാം. അപ്പോൾ നോന് നമ്മുടെ ഒപ്പം ഉണ്ട്. അപ്പോൾ നോനിനോട് നമുക്ക് ചോദിക്കാം വിസയുടെ പ്രോസസ്സ് എങ്ങനെയായിരുന്നു, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഫയൽ ചെയ്തത്, അതുപോലെ ഉള്ള കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. അപ്പം നോനു, എന്തൊക്കെയായിരുന്നു ഇതിന്റെ പ്രോസസ്സ് ഒന്ന് പറഞ്ഞേ. നമ്മളുടെ വിസയുടെ പ്രോസസ്സ് ചെയ്തൊക്കെ സ്വന്തമായിട്ട് തന്നെ ചെയ്തത്. അതിൽ ഞാനും വൈഫും കൂടി തന്നെ ചെയ്തത്. വൈഫാണ് മെയിനായിട്ട് ചെയ്തത്. പിന്നെ എൻ്റെ ആപ്ലിക്കേഷൻ ഞാൻ ചെയ്തത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ സ്വയം ചെയ്ത ഏജൻസി വഴിക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അതിനായിരുന്നു ഒരു ടാസ്ക്കാണ്. എന്നിരുന്നാലും പിന്നെ ഇപ്പം ഈ വിസയുടെ ആപ്ലിക്കേഷന് വേണ്ടി മാത്രം ഏജൻസിക്ക് പോകാമെന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ എനിക്കത്ര ഒരു ഇതായിട്ട് തോന്നിയില്ല. നമ്മൾ ഈ പ്രോസസ്സ് ചെയ്തെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് ഏജൻസി അല്ലാതെ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ്, ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ വന്നിട്ട് ഒരു വർഷമായല്ലോ. അപ്പോൾ GINO അറിയാലോ. അപ്പോൾ ഈ ഒരു വർഷം കഴിഞ്ഞ് കുട്ടി ഉണ്ടായി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വിസ പ്രോസസ്സ് ചെയ്യാൻ തുടങ്ങിയത് തന്നെ. കുട്ടിക്ക് ഇപ്പോൾ 1 വയസ്സായി. അപ്പോൾ ഇതിൽ നമുക്ക് മെയിനായിട്ട് ടാസ്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടെ നമ്മൾ കൺസേൺഡ് ആണ്. ഒരു വീട് കണ്ടുപിടിക്കുന്ന കാര്യം ഒരു പ്രശ്നമായിരുന്നു. അപ്പോൾ വീടില്ലാണ്ട് വിസ അപ്ലൈ ചെയ്യണില്ല എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. വീട് കണ്ടുപിടിച്ചതിന് ശേഷം ആണ് അപ്ലൈ ചെയ്യുന്നുള്ളൂ എന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലണ്ടനിലായതുകൊണ്ട് തന്നെ വീട് കണ്ടുപിടിക്കലായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ടാസ്ക്കാണ്. ഏകദേശം 2 മാസം അലഞ്ഞിട്ടാണ് നമുക്കൊരു വീട് ലണ്ടനിൽ കിട്ടിയത്. എന്നിട്ട് വീട് ലണ്ടനിൽ കിട്ടിക്കഴിഞ്ഞ് ഞാൻ ഇന്ത്യയിലേക്കൊരു ട്രിപ്പ് പോയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വിസ അപ്ലൈ ചെയ്തത്. നാട്ടിൽ പോയി വൈഫും ഞാൻ ഒരുമിച്ചിരുന്നിട്ട് വിസ അപ്ലൈ ചെയ്തത്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടിയാണോ അത് ചെയ്തത്? രണ്ടുപേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആപ്ലിക്കേഷൻ തുടങ്ങിയിട്ട് കുറേ നാളായി. അതായത് നമ്മൾ ഇതിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. ഗവൺമെൻറ് ഓഫ് UK വെബ്സൈറ്റിൽ നമ്മൾ ഫസ്റ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം, നമ്മളുടെ ഇമെയിലും ഇതും വെച്ചിട്ട്. അപ്പോൾ ആദ്യം അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് കുറേ നാളായി. അത് കഴിഞ്ഞ് നമ്മളുടെ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കണം, നമ്മൾ വരാൻ പോണ അഡ്രസ്സ് കൊടുക്കണം, വീട് കണ്ടുപിടിച്ചിട്ടുണ്ടോ. പിന്നെ കുട്ടിയും കൂടി ഉള്ള കാരണം അത് കുറച്ചും കൂടെ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ വീടിൻ്റെ കാര്യം. അപ്പോൾ ഈ വീട് കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നാട്ടിൽ പോയി ഏകദേശം 1 മാസത്തേക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് അവിടെ പോയിട്ട് നമ്മൾ അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്തു. VFSലേക്കുള്ള അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്തത് നാട്ടിൽ പോയിട്ടാണ് ചെയ്തതെന്ന് മാത്രം. അപ്പോൾ ഒരു സ്ലോട്ട് നമുക്ക് അവിടെ നിന്ന് കിട്ടി. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ഈ വിസ പ്രോസസ്സിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട് കണ്ടുപിടിച്ച് അതിൻ്റെ അഡ്രസ്സ് കൊടുക്കുക എന്നുള്ളത്. അതിന് റെൻ്റൽ അഗ്രിമെൻറ്റ്, വിസ ആപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ ഇമിഗ്രേഷനിൽ വരുമ്പോൾ ചിലപ്പോൾ അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അറിയില്ല. ഞാൻ വന്നപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ അവരിപ്പോൾ പെട്ടെന്ന് തന്നെ ട്രാവൽ ചെയ്യും. അവർ വന്നു കഴിയുമ്പോൾ അറിയാം അവർക്ക് അത് ചോദിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളുടെ 2 പേർക്കുള്ളതുകൊണ്ട് ഏകദേശം ഒരു അക്കൗണ്ടിൽ നമ്മൾ പൈസ കാണിക്കണം. അതായത് ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസസിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അത് വൈഫിൻ്റെ അക്കൗണ്ടിലാണ് നമ്മൾ കാണിച്ചത്. വൈഫിൻ്റെ അക്കൗണ്ടിൽ അപ്പോൾ 2 പേരുടെ പൈസയായിട്ട് നമ്മൾ ഏകദേശം ഒരു 16 ലക്ഷം രൂപ നമ്മളുടെ അക്കൗണ്ടിൽ കാണിക്കണം. ഇപ്പോൾ എന്താ പറയുക, നമുക്ക് ചിലവ് തരുന്ന പൈസയല്ല. ഇപ്പോൾ എവിടെ നിന്നും മേടിച്ച് നമ്മൾ 1 മാസത്തേക്ക് നമ്മുടെ അക്കൗണ്ടിൽ ഇടണം. 28 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ എടുക്കണം. അതായിരുന്നു രണ്ടാമത്തെ ഒരു ഡോക്യുമെൻ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. അപ്പോൾ 1 മാസം നമ്മൾ പൈസ അക്കൗണ്ടിലിട്ട് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് അത് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അതാണ് നോന് ഈ ഷോമണി എന്ന് പറയുന്ന സാധനമാണോ ഈ പറയണത്? ഷോമണി എന്ന് പറയുന്നത് അത് തന്നെ. ഈ ഷോമണി കാണിക്കുന്നത് കൃത്യമായിട്ട് എത്രയാണെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ നമ്മുടെ നാട്ടിലത്തെ പൈസ നമ്മൾ ഏകദേശം 16 ലക്ഷം രൂപയാണ് അക്കൗണ്ടിൽ ഇട്ടിരുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ലണ്ടനിലാണെങ്കിൽ ചിലവ് കൂടുതലാണെന്നുള്ളത് അറിയാം. ലണ്ടൻ്റെ പുറത്തോട്ടാണ് നമ്മൾ വിസ നോക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ കുറവാണ്. അപ്പോൾ ഏകദേശം ഒരു 100 പൗണ്ടിൻ്റെ വ്യത്യാസം പെർ മന്ത് വരുന്നുണ്ട്. അപ്പോൾ 2 പേർക്ക് ആയതുകൊണ്ടാണ് നമ്മൾ ഈ 16 ലക്ഷം. ഒരാൾക്കാണെങ്കിൽ 8.5 ലക്ഷം രൂപയാണ് നമുക്ക് അക്കൗണ്ടിൽ കാണിക്കേണ്ടി വരാം. പിന്നെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് നമ്മൾ വൈഫിൻ്റെ അക്കൗണ്ടിലാണ് പൈസ ഇട്ടത്, അതാണ് കാണിച്ചതും. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ ബാങ്കിൽ പോയി സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു. അതാണ് രണ്ടാമത്തെ ഡോക്യുമെൻ്റ് നമുക്ക് ആവശ്യമുള്ളത്.
പിന്നെ നമുക്ക് കല്യാണത്തിൻ്റെ മാരേജ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. പിന്നെ ചില ഏജൻസികളും ചില യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു വൈഫ് മറ്റേ നമ്മളുടെ കല്യാണത്തിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്തിരുന്നു. ഫോട്ടോ അപ്ലോഡ് ചെയ്ത്, അതായത് കല്യാണത്തിൽ നമ്മളെല്ലാവരും കൂടിയുള്ള ഫോട്ടോ നമ്മളെ കല്യാണത്തിൻ്റെ എവിഡൻസ് ആയിട്ട്. പക്ഷേ എനിക്കറിയില്ല അത് ആവശ്യമാണോ എന്നുള്ളത്. എനിക്കത് അത്ര അത്യാവശ്യമായിട്ട് തോന്നില്ല. കാരണം ഓൾറെഡി നമ്മൾ മാരേജ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കാരണം അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. അല്ല, അത് ഞാൻ പറയുന്ന കേട്ടിട്ടുണ്ട്, പലരുടെയും കേസിൽ പറഞ്ഞ കേട്ടിട്ടുണ്ട്, കല്യാണത്തിൻ്റെ ഫോട്ടോസും അതേപോലെ നമ്മുടെ വെഡ്ഡിങ് ഇൻവിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുമൊക്കെ നമ്മൾ ഈ ഇതിന് പ്രൂഫിന് വേണ്ടിയിട്ട് വെച്ച്, ഇപ്പം എൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ വന്ന സമയത്ത് എൻ്റെ വൈഫിനെ ഞാൻ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന സമയത്ത് ഞങ്ങൾ കാണിച്ച ഡോക്യുമെൻറ്റിൽ അതുണ്ടായിരുന്നു. നമ്മൾ മാരേജ് സർട്ടിഫിക്കറ്റ് കൂടാതെ നമ്മളെ കല്യാണത്തിൻ്റെ ഫോട്ടോസ്, അതേപോലെ വെഡ്ഡിങ്ങിൻ്റെ ഇൻവിറ്റേഷൻ കാർഡ് എന്നത്തെ അതെല്ലാം നമ്മൾ വെച്ചിരുന്നു ആപ്ലിക്കേഷൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണെന്ന് കാര്യങ്ങൾ അറിയില്ല, കറക്റ്റായിട്ട് അറിയില്ല. നമുക്ക് വെക്കാം, നമ്മൾ എപ്പോഴും അഡീഷണൽ ഡോക്യുമെൻറ്റ്സ് വെക്കണം, എപ്പോഴും നമ്മുടെ സേഫ്റ്റിക്ക് നല്ലതാണ്. അപ്പോൾ അവർക്ക് അത്രയും ജെന്യൂനിറ്റി ഫീൽ ചെയ്യുമല്ലോ. എന്താ പറയുക, ഒരു ലീഗൽ പാർട്ട്ണർ എന്നുള്ള ഒരു സ്റ്റേജിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ ആവശ്യമുണ്ടോ എന്നുള്ള എനിക്ക് സംശയമുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് തന്നെ മതി. പിന്നെ എന്താ പറയുക, നമുക്ക് അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ തന്നെയാണ് ചെയ്യുന്നതുകൊണ്ടെങ്കിൽ നമുക്ക് നഷ്ടമൊന്നുമില്ല. VFSൽ പോയി അപ്ലോഡ് ചെയ്യണമെങ്കിൽ മാത്രമാണ് നമുക്ക് എന്താ പറയുക കുറച്ച് പൈസ ചിലവും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഡോക്യുമെൻ്റൊക്കെ അപ്ലോഡ് ചെയ്തത് തന്നെയായിരുന്നു, നമ്മളുടെ സ്വന്തമായിട്ട് തന്നെയാണ് അപ്ലോഡ് ചെയ്തത്. അപ്പോൾ നോന് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആയിരുന്നു നമ്മൾ കൊടുത്തത് ഇതിന് വേണ്ടിയിട്ട്? ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞു, പിന്നെ നമ്മളുടെ ഷോമണിയുടെ പറഞ്ഞു, റെൻറ്റിൻ്റെ അഡ്രസ്സിൻ്റെ നമ്മുടെ അഡ്രസ് പ്രൂഫിൻ്റെ കാര്യങ്ങൾ കൊടുത്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ടയർ 4 വരുന്നവർക്ക് നമ്മളുടെ ജോലിയുടെ യൂണിവേഴ്സിറ്റി എന്നുള്ള ലെറ്റർ നമുക്ക് കാണിക്കണം. സ്റ്റുഡൻറ്റ് നമുക്ക് യൂണിവേഴ്സിറ്റി നിന്നാണോ കിട്ടുന്നത്? അത് ആക്ച്വലി യൂണിവേഴ്സിറ്റി തന്നെയാണ് നമുക്കത് കിട്ടുന്നത്. ബട്ട് സ്റ്റിൽ അതിനൊരു സെൻട്രൽ സിസ്റ്റം ഉണ്ട്, ഗ്രാഡ് ഇന്റലിജൻസ്. അത് വെബ്സൈറ്റ് ആണോ? അതെ അതെ, ഗ്രാജുവേറ്റ് എന്നായിരിക്കും അല്ലേ? ഗ്രാജുവേറ്റ് എന്നുള്ളതിൻ്റെ ഗ്രാഡ് പ്ലസ് ഇൻ്റലിജൻസ് എന്നുള്ളൊരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ അത് ആ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് ഡൗൺലോഡ് ചെയ്യാം. അത് നമ്മൾ രജിസ്റ്റർ ചെയ്ത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളുടെ യൂണിവേഴ്സിറ്റി ആയിട്ട് അക്കൗണ്ട് കണക്റ്റഡ് ആണ്. അത് ഇപ്പോൾ ഞാൻ ക്യൂർമേരിലായതുകൊണ്ട് അപ്പോൾ എൻ്റെ കണക്റ്റഡ് ആണ് ഓൾറെഡി. അതിപ്പോൾ എല്ലാ യൂണിവേഴ്സിറ്റി കേസിൽ അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും അത് ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. സ്റ്റുഡൻറ്റ് സ്റ്റാറ്റസ് ലെറ്റർ എന്നാണ് അതിന് പറയാം. അത് കൂടാണ്ട് പിന്നെ നമ്മൾ ഫസ്റ്റ് വിസയ്ക്ക് വേണ്ടി, എൻ്റെ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തപ്പോൾ നമ്മൾ ക്യാഷ് എന്ന് പറഞ്ഞിട്ടൊരു ലെറ്റർ, ക്യാഷ് ലെറ്റർ നമ്മൾ കാണിക്കണം. അത് നമുക്ക് വിസയുടെ ആപ്ലിക്കേഷൻ തൊട്ടും പ്രോസസ് ചെയ്യുന്നതൊട്ടും. അത് മാത്രമല്ല പിന്നെ എൻ്റെ സ്കോളർഷിപ്പിൻ്റെ ലെറ്റർ, സ്കോളർഷിപ്പ് കിട്ടിയതിൻ്റെ ലെറ്റർ അത് കാണിക്കേണ്ടി വന്നു. അത് കാണിക്കണം നമ്മൾ അതിലെന്തായാലും എന്താണെന്നുള്ളത്. അത് അല്ലാണ്ട് പിന്നെ ഒരു റെഫറൻസ് നമ്പർ ഉണ്ടാവും, ഒരു GWRF എന്ന് പറഞ്ഞാൽ. അപ്പോൾ എൻ്റെ പ്രോസസ്സ് ചെയ്ത സമയത്ത് എല്ലാവരും ആരുടെ വിസ പ്രോസസ്സ് ചെയ്താലും ഈ നമ്പർ നമുക്ക് അതിൻ്റെ കൂടെ ലിങ്ക്ഡ് ആയിട്ടുള്ളൊരു നമ്പറാണ്. എന്തിൻ്റെ നമ്പർ? നമ്മളുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സിൻ്റെ റെഫറൻസ് നമ്പറാണ്. അപ്പോൾ ആ നമ്പർ എന്താണ് GW എന്നുള്ളത് എനിക്കറിയില്ല, ഗ്രേറ്റ് അങ്ങനെന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ നമ്പർ, എൻ്റെ നമ്പർ ഇവരുടെ ഇതിൽ കൊടുക്കേണ്ടി വന്നു. പിന്നെ നമ്മളുടെ പാസ്പോർട്ടിൻ്റെ ഡോക്യുമെൻറ്റ്സ്, പിന്നെ കൊച്ചിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം, കൊച്ചിൻ്റെ പാസ്പോർട്ട്, പിന്നെ മാരേജ് സർട്ടിഫിക്കറ്റ് വേണ്ടി വന്നു. പിന്നെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത കാര്യം പറഞ്ഞു. ഇത്രയായിരുന്നു മെയിനായിട്ട് വേണ്ടി വന്ന ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ മറ്റേ ഫീസിന്റെ കാര്യങ്ങൾ, ഫീസ് അടയ്ക്കുമ്പോൾ നമ്മൾ ഫീസ് വന്നു അല്ലേ? അത് വിസ, അതായത് നമ്മളുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വൈഫിനും കുട്ടിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പൈസ പ്രോസസ്സ് ചെയ്തേക്കുന്നത് 2.5 വർഷത്തേക്ക് വേണ്ടിയിട്ടാണ്. ശരി, 2.5 വർഷം എന്ന് പറയുമ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വർഷത്തെ ആണ് നമ്മൾ പേ ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ മെയിനായിട്ട് വരുന്ന വിസ ആപ്ലിക്കേഷൻ ഫീസ്. ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തിരുന്നപ്പോൾ 360 പൗണ്ട് അത്രയും ഉണ്ടായിരുന്നുള്ളൂ. 33,000 36,000 രൂപ ഉണ്ടായിരുന്നു അന്ന് നാട്ടിൽ അപ്ലൈ ചെയ്തത്. ഇപ്പം ഞാൻ ഇവരുടെ അപ്ലൈ ചെയ്തപ്പോൾ 49,000 ആയി, 50,000 ആയി. പൈസ കൂടി അല്ലേ? എല്ലാ കൊല്ലവും ചെറിയ കൂടുതലുണ്ടോ? 1.5 വർഷം കൊണ്ട് ഏകദേശം അത്ര മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. അതായിരുന്നു അപ്പം ചേഞ്ച് വന്നത്. പിന്നെ അതല്ലാണ്ട് IHS കുറച്ച് വ്യത്യാസം. IHS എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് ഹെൽത്ത് സർചാർജ്. അത് നമുക്ക് എത്ര വന്നത് ഒരാൾക്ക്? വൈഫിന് 1,800 പൗണ്ട്. അത് പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 3 കൊല്ലത്തേക്ക് പ്രോസസ് ചെയ്തോണ്ടാണ്. ഇനിയിപ്പോൾ ഞാൻ ഇപ്പോൾ 1 മാസം കൂടി കഴിഞ്ഞിട്ടാണ് പ്രോസസ് ചെയ്തുകൊണ്ടെങ്കിൽ എനിക്ക് ഏകദേശം ഒരാൾക്കൊരു 60,000 രൂപ മാറി കിട്ടിയാണ്. അതായത് 2 വർഷത്തേക്ക് മതിയായിരുന്നു. 2 വർഷത്തേക്ക് അപ്ലൈ, 2 അല്ലെങ്കിൽ 2.5 വർഷത്തേക്ക് അപ്ലൈ ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ഇത് കറക്റ്റ് 3, അതായത്
2.5 വർഷം പ്ലസ് 1 മാസം കൂടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ 3 വർഷത്തേക്കുള്ള ഒരു പക്ഷെ നമ്മളിതിനെല്ലാം വെൽ പ്ലാൻ ചെയ്തിട്ട് അത് അങ്ങനെ ഒരു കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. അത് എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. അല്ലെങ്കിൽ ഞാൻ 1 മാസം കൂടി കഴിഞ്ഞിട്ടാണ് പ്രോസസ്സ് ചെയ്യുള്ളായിരുന്നു. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ സർചാർജിന് അപ്ലൈ ചെയ്യുമ്പോഴേക്കും നമ്മൾ ആ ഒരു ടൈം ലിമിറ്റ് 2 വർഷത്തോ അല്ലെങ്കിൽ 3 വർഷത്തെ വിസയൊക്കെ ആണ് നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്പോൾ അത് നോക്കിയിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പൈസ അതിനകത്ത് ലാഭിക്കാം, സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് അതൊരു മണ്ടത്തരം പറ്റിയതാണ്, അത് ചെയ്യേണ്ടിയിരുന്നില്ല. അപ്പോൾ IHS അങ്ങനെ 1600 പ്ലസ് വൈഫിന് 1800, കുട്ടിക്ക് 1600 വന്നതാണ്. 1600 അല്ലേ? അങ്ങനെയാണ് എൻ്റെ ഓർമ്മ. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ വരാനില്ല. ഇപ്പോൾ എന്നാലും 400 and something അല്ല അങ്ങനെ എത്രയായിരുന്നു, 600 സംതിങ്. 30,000 രൂപയായി അത് രണ്ടും കൂടെ അല്ല? അത് തന്നെ അല്ലേ? 3.5 ലക്ഷം. അയ്യോ ശരിയാണ്. അതായത് 4 ലക്ഷം രൂപയായി മൊത്തം. വിസ അടക്കം നമുക്ക് ഏകദേശം അപ്പം ഇത് രണ്ടും കൂടെ ഒരു 3.5 ലക്ഷം രൂപയായി അല്ലേ മൊത്തം? സർചാർജസ് പിന്നെ അതല്ലാതെ മറ്റേ വിസ പ്രോസസ്സിങ്ങിന് എനിക്ക് വേറൊരു മണ്ടത്തരം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടുത്തെ ബാങ്കിൽ നിന്നാണ് പേ ചെയ്തത്. അപ്പോൾ ആ സമയത്താണെങ്കിൽ നമ്മളുടെ എനിക്കറിയില്ല അതിൻ്റെ കാര്യങ്ങൾ. പക്ഷെ എന്നിരുന്നാലും ഞാൻ കുറച്ച് നാൾ മുന്നേ പൈസ നാട്ടിലേക്ക് അയച്ചെന്നുണ്ടെങ്കിൽ 100 പൗണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. തൊണ്ണൂറ്റി നമ്മളെ പൈസ നമുക്കൊന്നും പറയാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. പക്ഷെ അത് നല്ലൊരു വ്യത്യാസം വന്നു. ശരി, നല്ലൊരു പൈസ തന്നെ മാറി. ഇവിടുത്തെ ബാങ്കിൽ നിന്ന് വഴി കൊണ്ട് അതിൻ്റെ എക്സ്ട്രാ ട്രാൻസാക്ഷൻ ചാർജും കാര്യങ്ങളൊക്കെ നാട്ടിലത്തെ പൈസ കൊണ്ടാ ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ നമ്മൾ നാട്ടിലേക്ക് മാറ്റുമ്പോഴും ആ ഒരു ചാർജ് തന്നെ വരും. അപ്പോൾ ഇവിടുത്തെ ബാങ്ക് ഉപയോഗിച്ചിട്ടാണ് ഞാൻ പേ ചെയ്തത്. പിന്നെ വേറെ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് നമ്മൾ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തായിരുന്നോ? ഓർമ്മയുണ്ടോ? പിന്നെ അഡീഷണൽ ആയിട്ട് നമ്മളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത്രയായിരുന്നു പ്രധാനമായിട്ട് നമുക്ക് വേണ്ടി വന്ന സാധനങ്ങൾ. ഇങ്ങോട്ട് പിന്നെ നമ്മൾ ഫോമൊക്കെ ഫില്ല് ചെയ്ത് എങ്ങനെയായിരുന്നു അത്? ഫോം ഫില്ല് ചെയ്യണ കാര്യം ഭയങ്കര ഒബ്വിയസ് ആണ്, ഭയങ്കര ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഒരു ബുദ്ധിമുട്ടുമില്ല. അതിൽ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യന് മാത്രം എന്തോ കുട്ടിയുടെ അക്കൗണ്ട് മണി കാണിക്കുന്നത് കുട്ടി ഡിപ്പെൻഡൻ്റ് ആണോന്നോ അങ്ങനെ എന്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഞങ്ങൾക്ക് ഭയങ്കര അതിനൊരു യെസ് ഓർണോ ആയിരുന്നു ക്വസ്റ്റ്യൻ. അത് ഭയങ്കര ഒരു കൺഫ്യൂഷൻ. അത് ഏറ്റവും ലാസ്റ്റ് ഭാഗത്തായിരുന്നു. അതിൽ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ വന്നു. അത് യെസ് കൊടുത്തു കഴിഞ്ഞാലാണോ നോ കൊടുത്താലാണോ ശരിയാവുക? അതായത് യെസ് കൊടുത്തു കഴിഞ്ഞാൽ വൈഫിൻ്റെ അക്കൗണ്ടിലാണ് പൈസ എടുക്കുന്നത്. അപ്പോൾ കുട്ടി വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതിൻ്റെ തേർഡ് പാർട്ടി എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിൻ്റെ തേർഡ് പാർട്ടി കുട്ടിയാണോ അതോ വൈഫാണോ എന്നുള്ളതൊരു സംശയം. അതായത് ഇപ്പോൾ കുട്ടിക്ക് വേണ്ടിയിട്ട് വൈഫ് അപ്ലൈ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് വെബ്സൈറ്റിൽ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു കൺഫ്യൂഷൻ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുഴപ്പമൊന്നും ഉണ്ടായില്ല. നമ്മളതിൽ എന്തോ യെസ് തന്നെയാണ് കൊടുത്തത്. അത് കുഴപ്പമൊന്നും. അല്ല, ഇപ്പോൾ നമ്മൾ ചെയ്തത് ഇപ്പോൾ കൊച്ചിയിലെ VFS ഓഫീസിലല്ലേ ചെയ്തത്? കൊച്ചിയിൽ. അല്ല, അപ്പോൾ നമുക്ക് ഈ ഫോമൊക്കെ എപ്പോഴാണ് നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ പരിപാടികൾ? ഫോം എങ്ങനെയാണ് നമ്മൾ വാങ്ങിക്കുക? അല്ല, നമ്മൾ ഓൺലൈനിലാണോ? എല്ലാം ഓൺലൈനാണ്. നമ്മൾ എന്താ പറയുക, ഓഫ്ലൈൻ പ്രോസസ്സ് ഒന്നുമില്ല. ഓക്കെ. ഓൺലൈനിൽ തന്നെ നമ്മൾ ഫില്ല് ചെയ്യണോ അതോ നമ്മൾ പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ചെയ്യണോ? ഒന്നും പ്രിന്റ് ഔട്ട് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൺലൈൻ ഇതിലൊന്നും. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ് നമ്മളുടെ അമൃതയിൽ നിന്ന് എടുക്കുന്ന മെഡിക്കൽ TB ടെസ്റ്റ് എടുക്കണം. അത് ആക്ച്വലി തനിച്ച് ചെയ്യുമ്പോൾ പലരും മറന്നു പോകുന്ന കാര്യം. എൻ്റെ ഒരു ഫ്രണ്ട് നാളെ തനിച്ച് അവൾ വിസ അപ്ലൈ ചെയ്തപ്പോൾ അവളത് വിട്ടുപോയി. എന്നിട്ട് ഞാൻ VFS ബുക്ക് ചെയ്യണതിൻ്റെ തലേദിവസം പോയിട്ടാണ് അവൾ അവിടെ എടുത്തത്. അവിടെ എമർജൻസി പറഞ്ഞിട്ടൊക്കെ എടുക്കേണ്ടി വന്നാൽ പക്ഷെ അവിടെ ഓൾറെഡി അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്തിട്ട് പോകണതാണ് നല്ലത്. അല്ലെങ്കിൽ വെയിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ല പ്രശ്നമുണ്ടാവും. അമൃതയിൽ മാത്രമാണ് നമുക്ക് കൊച്ചിയിലുള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ ഒരു ട്രിവാൻഡ്രത്തോ എനിക്കറിയില്ല ഇവിടത്തേക്ക്. പക്ഷേ കൊച്ചിയിൽ പിന്നെ VFS നമ്മളുടെ നല്ല എന്താ പറയുക നല്ല സർവീസാണ് അവിടെ. അത് ഈ വിസ പ്രോസസ് ചെയ്യുന്നതിൻ്റെ ഒപ്പം ഹെൽത്ത് സർചാർജസ് നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നത്തെ പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നത് ഈ ബുക്കിംഗ്, അതായത് VFSൻ്റെ വെബ്സൈറ്റിലേക്ക്. അപ്പോൾ നമ്മളതിൽ കൊച്ചി സെലക്ട് ചെയ്യുക, സ്ലോട്ട് ബുക്ക് ചെയ്യുക. അപ്പോൾ അതിൽ നമ്മൾ പൈസ ചിലവാക്കാണ്ട് ചെയ്യാന്നുള്ളത് കൊണ്ട് ഇപ്പോൾ VFSൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് എല്ലാം അവർ ചെയ്തു തരുന്നു എന്നുള്ള രീതിയിലും പിന്നെ നമ്മൾ ചെയ്തിട്ട് ജസ്റ്റ് അപ്പോയിൻമെൻറ്റ് മാത്രം കൊച്ചിയിൽ എടുക്കുന്നു എന്നുള്ള, അതായത് VFSൽ എടുക്കുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് ഞങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ അതിൽ ബ്ലാക്കും പർപ്പിളും കളറിലുള്ള സ്ലോട്ടുകൾ നമുക്ക് കാണാം വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ. ഈ പർപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VIP ലോഞ്ചാണ്. VIP ലോഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 10,500 രൂപ 4,000 രൂപ അതിന് എക്സ്ട്രാ പേ ചെയ്യണം. അപ്പോൾ 2 പേർക്കെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 8,000 രൂപയോളം വരും. അതിലപ്പോൾ അവർ എക്സ്ട്രാ ആയിട്ട് സർവീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേണം മെസ്സേജ് സർവീസിങ് അങ്ങനത്തെ, അതായത് ഒരു പാക്കേജാണ് അത്. അപ്പോൾ ആ പാക്കേജിൻ്റെ ആവശ്യം നമുക്ക് ഉണ്ടായിരുന്നില്ല. നമ്മൾ എന്താ പറയുക ഫ്രീ ആയിട്ടുള്ള സ്ലോട്ട് ബുക്ക് ചെയ്തു. അവിടെ പോയി ഇവിടെ നിന്നൊരു സ്ലിപ്പ് കിട്ടും. ഈ നമ്മളുടെ റെഫറൻസ് നമ്പർ വെച്ചിട്ടുള്ളൊരു സ്ലിപ്പ് കിട്ടും. അതുകൊണ്ട് പോവുക. ഞങ്ങൾക്ക് രാവിലെ തന്നെയായിരുന്നു. അപ്പോൾ രാവിലെ പോയി
അത് രാവിലെ അവിടെ ഈ സാധനം കാണിച്ചു. നമ്മളുടെ മെഡിക്കലൊന്നും അവിടെ കാണിക്കണ്ട, അതൊക്കെ അപ്ലോഡ് ചെയ്തിരിക്കുകയായിരുന്നു. നമ്മൾ സ്വയം അപ്ലോഡ് ചെയ്യാണ്ടെങ്കിൽ പിന്നെ ഡോക്യുമെന്റ്സിന്റെ ആവശ്യമില്ല. പാസ്പോർട്ടും കൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയാൽ മതി, വേറെ ഒന്നും വേണ്ടെന്ന് എൻ്റെ പറഞ്ഞു. അപ്പൊ നമ്മള് ഇപ്പം വൈഫും കൊച്ചും കൂടെ പോയി ഒരുമിച്ച് അല്ലേ? ഞാൻ നാട്ടിലുള്ള സമയത്താണ് പോയത്. ഒരുമിച്ചാണ് പോയത്. ഞാൻ പോയിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത്. ബുക്ക് ചെയ്ത് അപ്പോയിന്റ്മെന്റ് പോയത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതെല്ലാം കൊടുക്കുന്നു അവിടെ അല്ലേ? എല്ലാം കൊടുക്കുന്നു. ബയോമെട്രിക്സ് അവർ എടുക്കുന്നു, നമ്മളുടെ ബയോമെട്രിക് ഡാറ്റ ഒക്കെ അവർ കളക്ട് ചെയ്യും. അത്രേ അവിടുത്തെ പരിപാടിയുള്ളൂ. നമ്മള് ഫീസും കാര്യങ്ങളെല്ലാം ഓൺലൈനിൽ തന്നെ അടയ്ക്കണം അല്ലേ? ഫീസ് ഇത് പേയ്മെന്റ് എല്ലാം ഓൺലൈനിലാണ്. നമ്മൾ ഈ പരിപാടി കഴിഞ്ഞ് ഇതെല്ലാം സബ്മിറ്റ് ചെയ്ത് നമ്മൾ തിരിച്ചു പോരുന്നു, അത്രേ ഉള്ളൂ. തിരിച്ചു പോരുന്നു, അത്രേ ഉള്ളൂ. അതിൽ അവരൊരു സ്ലിപ്പ് വരും നമുക്ക്. പിന്നെ നമുക്കൊരു പാക്കേജ് അവിടെ നിന്ന് ഞങ്ങൾ എടുത്തു. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു സിം കാർഡ്, ലിബാര എന്ന് പറഞ്ഞൊരു കണക്ഷൻ നമുക്ക് അവിടെ നിന്ന് തരും. പിന്നെ ഒരു ഏത് കൊറിയർ സർവീസാണ് നമ്മൾ എവിടേക്കാണ് സെലക്ട് ചെയ്യണത് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് മെസ്സേജ് വരും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഡെസ്പാച്ച് ആയി കഴിഞ്ഞാൽ ഒരു മെസ്സേജ് വരും. ഇവിടെ അറൈവ് ചെയ്ത് കഴിഞ്ഞൊരു മെസ്സേജ് വരും. നമുക്ക് അത്ര കോൺഫിഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എക്സ്ട്രാ പൈസയാണ്. നമുക്ക് കോളും ചെയ്ത് പറയും. അങ്ങനത്തെ ഒരു പാക്കേജ് നമ്മൾ എടുത്തിരുന്നു. അതായത് അവർ കോൾ ചെയ്യും, പിന്നെ മെസ്സേജ് ഉണ്ടായിരുന്നു, പിന്നെ ലിബാരയുടെ ഒരു സിം ലിബാര. നമ്മളപ്പോൾ ഒരു പാക്കേജാണ് VFSൽ നിന്ന് എടുത്തത്. നമ്മൾ VFSൽ നിന്ന് എടുത്തത് ഒരു പാക്കേജാണ്. മറ്റേ ഞാൻ പറഞ്ഞില്ലേ ഈ സിം കാർഡും പിന്നെ SMS സർവീസൊക്കെ ഇവിടെ ഉള്ളത്. അതപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 1000 രൂപയൊക്കെ ആയിരുന്നു തോന്നുന്നു ഒരാൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 2000-ൻ്റെ അടുത്താണ് ഞാൻ പേ ചെയ്തതാണ് എൻ്റെ ഓർമ്മ. അത്രയാണ് നമ്മൾ VFSൽ ചിലവ് വന്നത്. ഇനിയിപ്പോൾ ഓരോ ഡോക്യുമെൻ്റൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് VFSൽ നിന്നാണെങ്കിൽ നമുക്കത് എക്സ്ട്രാ പൈസ വരും അതിന്. അതായത് നമ്മൾ ഏതെങ്കിലുമൊക്കെ ഡോക്യുമെൻറ്റ് VFSൽ നിന്ന് അപ്ലോഡ് ചെയ്യണമെങ്കിൽ പെർ ഡോക്യുമെൻറ്റ് സംതിങ് 500,000 അങ്ങനെ എത്രയോ ഉണ്ടെന്ന് തോന്നുന്നു. കൃത്യമായിട്ട് എനിക്ക് എത്രയാണെന്ന് അറിയില്ല. നമ്മളിതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. എല്ലാം നമ്മൾ സ്വയം അപ്ലോഡ് ചെയ്ത കാരണം അധികം പൈസ ചിലവൊന്നും വന്നില്ല. ഇത്രയാണ് നമ്മളുടെ വിസയുടെ പ്രോസസ്സിങ്ങിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ ഡിപ്പെൻഡൻറ്റ് വിസ അപ്ലൈ ചെയ്യാനുള്ള പ്രോസസ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.